10-25 വണ്ടി ഇവിടെ ഈ കുഴിയിൽ പോയി. ഒരു ലെവലില്ലാതെ വരുന്നത്. ലെവൽ ഈ വളവ് നൂന്നെങ്കിലെല്ലാം സാധനം പറ്റുള്ളൂ. വരുക നേരെ താപ്പോട്ട് പോവുക സാധനം. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ. പക്ഷേ അല്ലേ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ പിന്നെ കാര്യം എന്തോ? നമ്മൾ ഡ്രൈവറല്ലേ, നമുക്ക് വേണ്ടേ? ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടിയല്ലേ ഇതൊക്കെ? ഇവരാരും ചെയ്യുന്നില്ലല്ലോ ഇപ്പം. അത് സർക്കാർ കാശ് മാത്രം മേടിച്ചാൽ മതിയോ? വണ്ടി ഓടുന്നവരെ എടുക്കുന്നതെല്ലാം എന്തെങ്കിലും രാത്രിയിലൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ശരിയാക്കണ്ടേ? ഇത് ബാരിക്കേഡ് വെച്ചാലും പോകും. ഇത് കോൺക്രീറ്റ് ഫിറ്റ് ചെയ്യാന്നേരം ഇവിടെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 ആക്സിഡന്റ് ഇവിടെ തന്നെ കണ്ട്. അല്ല, ഇവിടെ ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട്. ഇപ്പം ഈയിടെയായിട്ട് ഇപ്പം മിനിമം ഒരു 4-5 വണ്ടിയിൽ കൂടുതൽ, അല്ലേ? 5 വണ്ടിയിൽ കൂടുതൽ ഇപ്പോൾ സ്ഥിരം കാണാറുണ്ട് ആൾക്കാർ. ഞാൻ ഇപ്പം പ്രവാസിയാണ്, ഞാൻ അവിടെ ഇരുന്ന് കാണാറുണ്ട്. ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഇന്ന് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഈ അപകടങ്ങളാണ് കാണുന്നത്. ഈ ബാരിക്കേഡുകൾ മൊത്തം കാട് കയറി മൊത്തം പോയി നശിച്ച് കിടക്കുകയാണ്. ഈ ബാരിക്കേഡ് വെക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ബാരിക്കേഡ് വണ്ടി ഒറ്റ പ്രാവശ്യം തട്ടിയും കളയും. കോൺക്രീറ്റ് ഒരു 4 അടി ഉയരത്തിന് കോൺക്രീറ്റ് ചെയ്ത് നീളത്തിന് ആ വളവ് മുതൽ ഇവിടെ വരെ കോൺക്രീറ്റ് വെക്കണം. ഏതെങ്കിലും വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോകാത്ത വിധത്തിന് കോൺക്രീറ്റ് ഭിത്തിയാണ് ഇവിടെ ആവശ്യം. അത് ചെയ്തില്ലെങ്കിൽ അപകടം നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ഇത് 5ാമത്തെ അപകടം നടക്കുന്നത്. ഈ റോഡ് പണിഞ്ഞിരിക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ്. കാര്യം ഇതിന്റെ അലൈൻമെന്റ് ശരിയല്ല. ഈ റോഡിന്റെ അലൈൻമെന്റ് ശരിയല്ല. ഈ റോഡ് വരണമെന്നത് യഥാർത്ഥ ഇല്ല മൂലയ്ക്ക് എന്നാ കയറുന്നത്, നേരെ പോയി കിടന്ന. ഇതിനകത്ത് പിന്നെ PWD ഉദ്യോഗസ്ഥന്മാരുടെ കിമ്പളത്തിന്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ഒടിഞ്ഞു വന്നത്, ഈ വളവ് നൂന്നത്. ഇത് അശാസ്ത്രീയമായിട്ട് പണിഞ്ഞതാണ്. ഇതിവിടെ ആഴ്ചയിൽ 2-3 പണിയാ. അതാണ് മെനഞ്ഞാന്ന് ഇവിടെ ഒരു 2 വീലർ മറിഞ്ഞു. ആ 2 വീലർ മറിഞ്ഞതൊക്കെ പിടിച്ചു വെക്കാൻ ഞങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇത് അശാസ്ത്രീയമായിട്ട് പണിഞ്ഞ ഈ വളവ് നൂരാത്രത്തോളം കാലം ഇന്നും ഈ സംഭവം നടക്കും. ഇതെല്ലാം ഒരാഴ്ചയിൽ ഒരു വണ്ടി. ഞാൻ കുരീക്കോണം വളവും കലാന്ത് വളവും ഇതാ മരണപ്പെട്ടാലും ഇതൊരിക്കലും ഇത് നോക്കത്തില്ല. കാരണം എന്താ പറയുക, ഇതൊത്തിരി പൈസയുടെ ബിനാമികൾ ഇതിനകത്തുണ്ട്. പുരേടക്കാർ എല്ലാം കാശുള്ളവർ. ഈ വളവ് കറക്റ്റായിട്ട് ആ ട്രാൻസ്ഫോറിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ട് നൂന്ന് ഇത് പുറമ്പോക്ക് സ്ഥലം ഇങ്ങനെ കയറി വരേണ്ട പറഞ്ഞത്. ഇതിനകത്ത് അലൈൻമെന്റ് ഉണ്ട്. അലൈൻമെന്റ് തെറ്റിച്ചതിന്റെ പേരിലാണ് അതിന്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇതിനകത്ത് PWD എഞ്ചിനീയർ ഉൾപ്പെടെ സസ്പെൻഷൻ വരെ മേടിച്ച വ്യക്തികളാണ്. ഈ അലൈൻമെന്റ് ശരിയല്ല. ഈ വളവ് നൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൊണ്ട് മീൻ വണ്ടിയും കൊണ്ട് വരുന്നവർ ഉറങ്ങും. ഒരാഴ്ചയേ ഉള്ളൂ അപ്പുറത്തെ കലിങ്ങിൻ്റെ അവിടെ മറിഞ്ഞു. അന്ന് നിങ്ങളെല്ലാവരും മറന്നു, താങ്കളുണ്ടായിരുന്നല്ലോ. അവിടെ മറിഞ്ഞു. ആ ഭാഗമല്ല, ഇവിടെ നൂരണം. പിന്നെ എന്താ പറയുക, നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് തരാം. ഒരു കണ്ണടച്ചാൽ ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോയ്സിൻ്റെ പുരയിടത്തിൻ്റെ അവിടെ ഒരു കാറ് വന്നിടിച്ചു. പുള്ളി ഉറങ്ങിപ്പോയി. പോസ്റ്റ് 3ആയിട്ട് ഒടിഞ്ഞു. 3ആയിട്ട്. ഇവിടെ ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നു, ഇവിടെ ഏത് PWക്കാർ വന്നു, KCBക്കാർ വന്നു. സെക്കൻഡ് സമയം കൊണ്ട് അവരെടുത്ത് എവിടെ എത്തി കേസ്. അതല്ല, ഇതിങ്ങനൊരു സംഭവമുണ്ട്. ഈ വളവ് നൂരാത്രത്തോളം കാലം ഇത് ഈ അപകടം ഇങ്ങനെ വന്നുകൊണ്ട്. പിന്നെന്താ പറയാ, റോഡിന്റെ അശാസ്ത്രീയമായ പണി. നിങ്ങൾ നോക്കേ, ഈ റോഡ് മര്യാദ അനുസരിച്ചാണോ പണിഞ്ഞിരിക്കുന്നത്? ഇല്ല, കാറ് കിടക്കുന്നുണ്ട മുതൽ ഇങ്ങോട്ട് ഇവിടെ വെന്തല്ലേ, ഈ വെന്റ് നൂരണ്ടേ? അവിടെയുണ്ട് പ്രശ്നങ്ങൾ. അപ്പൊ ഇത് അശാസ്ത്രീയമായ രീതിയിൽ റോഡ്, മലയോര ഹൈവേ അശാസ്ത്രീയമായിട്ട് കാലാന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പണിഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്. ഇത് 1-2 അല്ല, ആഴ്ചയിൽ 1, 2, 3, 56 വർഷം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്താ ഈ വളവ് നൂരാത്ത? ഇവിടെ ഇങ്ങനെയാണോ റോഡ് പണിയേണ്ടത്? ഇതിന്റെ ചരിവ് എങ്ങോട്ടാണ് കിടക്കുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിൽ, നിങ്ങൾ ചാനലുകാരാ, ഈ റോഡിന്റെ ചരിവ് എങ്ങോട്ടാണ് കിടക്കുന്നത്? ഇങ്ങനെയാണോ പണിയേണ്ടുന്നത്? അവിടെ നൂത്ത് ഇങ്ങോട്ട് ചരിഞ്ഞിരുന്ന ഇത്ര അപകടം വരുമോ?
വരത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് PWDയുടെ വളരെ നികൃഷ്ടമായ ഒരു അനാസ്ഥ. ഇത് മാറണം. അതിനകത്ത് നിങ്ങൾ ചാനലുകാരെ പോലുള്ളവർ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ സംഭവം മാറത്തുള്ളൂ. ഓടി നിന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു മീൻ വണ്ടി ഇതുപോലെ വന്ന് ഭാഗ്യം എന്തുകൊണ്ടാണ് ഇത് നൂരാത്തെ? ആ ട്രാൻസ്ഫോറിൻ്റെ അവിടുന്ന് ഇവിടെ വരെ നൂന്നാ പോരെ? അല്ലെങ്കിൽ ദാണ്ട ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഇല്ല പോസ്റ്റ് വരെ നൂന്നാ പോരെ? ഇവിടുന്ന് ദാണ്ട് ഈ ഇത് മുതൽ ഇല്ല ആളിരിക്കുന്ന ആ 30 എഴുതിക്കുന്നത് അവിടെ നൂന്നാ പോരെ? ഇതിൻ്റെ അപാകത മാറത്തില്ലയോ? ഇത്രയും അപകടം നടന്നല്ലോ. നമ്മുടെ MLA, ഞങ്ങളുടെ MLA PS സുബാലൻ എന്ന് പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്തൊരു ഒരു പൗരനാണ്. ഇന്ന് വരെ ഇത്രയും അപകടം നടന്നു. PS സുബാലൻ ഇടപെട്ടിട്ടില്ലല്ലോ. ആരോട് ഇടപെട്ടു? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഞാൻ പറഞ്ഞു ഇത്രയും നാളാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇടപെട്ടുണ്ടോ? അഞ്ചൽ മണ്ഡലം ഇവിടെ ആരുമില്ല. ഇവിടെ MLA പറഞ്ഞു. ഇവിടെ ആരാ ഇടപെട്ടിട്ടുള്ളത്? ഇത്രയും അപകടം ഇവിടെ നിന്നു.